അതിനകത്ത് ഇത് വിൽക്കാനാണോ വെച്ചാ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു. വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മളിന്നൊരു 2-3 മാസത്തോളം കൂടിയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാനത് ഒരു 2 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ്. വീഡിയോ നമ്മുടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കരിമീൻ വീഡിയോ ആണെന്നേ ഉള്ളൂ. ഞാനത് കാരണം ഇടാതിരുന്നതാണ്. അപ്പം എന്തായാലും ഇപ്പം മീൻ പിടിക്കത്തില്ലാത്ത സാഹചര്യം കാരണം വീട്ടിലിരിക്കുന്ന കാരണം വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളോട് ഇന്നുള്ളത് വിഷ്ണുവാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇത് വന്നപ്പോൾ ആറ്റിയമ്പലിനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യാം. നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാവേ. എന്തിടാ ഇതാ അത് കൊള്ളാം. 3ാമത്തെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഇതിനെ കിട്ടാറില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ഇതല്ല കേട്ടോ. ക്ലിയർ ഷൂട്ട് നോക്കി എടുത്തിടുന്നേ ഉള്ളൂ. നല്ല രംഗങ്ങളൊക്കെ ഉണ്ട്, പുറകെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കണ്ടത്തിലെ വെള്ളം കയറിയ വെള്ളം അഴുക്കുവെള്ളം തുറന്നു വിട്ട കാരണം മീനെല്ലാം സൈഡിൽ കയറി നിൽക്കുന്ന കേട്ടോ. 2 ദിവസം കൂടെ മുന്നേ വന്നായിരുന്ന ഇഷ്ടം പോലെ മീൻ കിട്ടിയാനെ. നിൽക്കേ അടുത്ത കേട്ടോ. ആറ്റമ്പല്ലി കരിമീനല്ല, ആറ്റമ്പല്ലിയാ. ഇത് ഒരെണ്ണം കിട്ടിയുള്ളൂ. അല്ല ആണ്ട പക്കറ്റുണ്ട്. പൊക്കി കാണിച്ച് അല്ലല്ല വിൽക്കാനല്ല, നമ്മുടെ സ്വന്തം ആവശ്യം. സ്വന്തം ആവശ്യം. കരിമീനും ചെമ്പല്ലും തന്നെ. പുല്ലനൊന്നും പിടിക്കാറ്. പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളുമില്ല, ചീഞ്ഞും പോവും. ഇത് കൊടുക്കാനല്ല. ഇത് അവിടുത്തെ ആ കണ്ടത്തിൽ കൂടെ വെള്ളം വരുന്ന കാരണേ ഈ സൈഡിൽ കൂടെ കയറി നിൽപ്പുണ്ട് കുറേ. ഉണ്ടോ? ഇത് കയറി നിൽക്കുന്നല്ല നിങ്ങൾക്കറിയായില്ലേ? ഇത് കണ്ണാടി കാണാം നമുക്ക്. ആണോ? ഈ കണ്ണാടി വെച്ച് ഈ സൂര്യ തെളിച്ചില്ലേ, അത് കുറേ പോയി കിട്ടും. കാണാൻ ഇച്ചിരി എളുപ്പമുണ്ട്. സ്പെഷ്യൽ കണ്ണാടിയാ. ഇതിന് സ്പെഷ്യൽ കണ്ണാടി. തീറ്റ ഇല്ലെന്ന്. ഇത് കണ്ടില്ല, അമ്പ. ഇത് കണ്ടോ, വാർക്ക കമ്പി കൊണ്ട് ഉണ്ടാക്കിയ അമ്പ. അത് അമ്പ ഇത് പിടിക്കുന്ന. തോക്കത്താലിയാണോ? ഇന്ന് കിട്ടിയതിൽ വെച്ചത് ഏറ്റവും വലിയ ആറ്റിയമ്പലിയുടെ ഷൂട്ടാട്ടോ. ഫസ്റ്റ് ഷൂട്ട് മിസ്സാവും, സെക്കൻഡ് ഷൂട്ട് നമുക്ക് കാണാം കേട്ടോ. സെക്കൻഡ് ഷൂട്ടിൽ നമുക്ക് അതിനെ കിട്ടും. പക്ഷേ വീഡിയോ കണ്ടിന്യൂസ് ഇല്ലാതായിപ്പോയി, കട്ടായിപ്പോയി. ഒരു മുഴുത്തായിരുന്നു, അതിൻ്റെ കൊണ്ടില്ല, കല്ല പറ്റിപ്പോയിരുന്നു. മുഴുത്ത ഇതായിരുന്നു.
ഉണ്ട്, നല്ല മുഴുത്ത സാധനം ഉണ്ട്. ഇതിൻ്റെ രണ്ട് വെട്ട് കിട്ടിയതാട്ടോടാ, അടി ഏണ്ട് പരിക്ക് പറ്റിയത്. ഇതിൻ്റെ എടുക്കണോടാ, അത് അടി കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളാ മീനെ കളഞ്ഞില്ല കേട്ടോ. അതിൻ്റെ എനിക്കൊന്ന് നൈറ്റ് ഇവിടെ ഈ 2-3 ദിവസമായിട്ട് നന്നായിട്ട് മീൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞു ഇവർ. അപ്പോൾ ഈ നൈറ്റ് ചിലപ്പോൾ കമ്പിയും കൊണ്ട് കുത്താൻ വന്നവരുടെ നിന്ന് മിസ്സായി മീനായിരിക്കണം. അതെച്ചാൽ അങ്ങനെ എൻ്റെ ദേഹത്ത് പാട് കിടക്കുന്നത്. നമ്മളെന്തായാലും മീനെ കൊണ്ടുപോയി, ഞാനിപ്പോൾ കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞ വീഡിയോ ഇടുന്നത്. എനിക്ക് നിലവിലൊരു കുഴപ്പമില്ല കേട്ടോ. അത് ആരോ കുത്തി പരിക്കേൽപ്പിച്ച് അങ്ങനെ കിടന്ന മീനത്. തിരിച്ചു വെച്ചതാ. നല്ല ഫ്രഷ് ആയിട്ടല്ലേ മീനിലിരിക്കുന്നത്. ഈ ബക്കറ്റിൻ്റെ അടിവശത്തും വരെ ഓട്ടയുള്ള ടൈപ്പ്, ഏറ്റവും ബേസിൽ മാത്രം ഓട്ടയില്ലെന്നുള്ളൂ. ഞാനത് കാരണം ഒരു മറ്റേ വീതിയുള്ള ടേപ്പ് ഒരു ലെയർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം പെട്ടെന്ന് ലീക്കാകാതിരിക്കാൻ. ഇതിപ്പോൾ ഒരു കരിമീനെ കണ്ടിട്ട് വന്ന് ഷൂട്ട് ചെയ്യും, മിസ്സാവും. പക്ഷേ അവനത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ സെക്കൻഡ് ഷൂട്ടിൽ അടിച്ച് കയറ്റും കേട്ടോ. മീൻ പിടിക്കാമെന്ന് ഇറക്കം ഭയങ്കര കുറവ് കേട്ടോ. അതാ ഈ ഇനി മിസ്സാകും അല്ലെങ്കിലും. എങ്കിലും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മിച്ചങ്ങോട്ട് കൂടി ഇറങ്ങിയത്. കരിമീൻ്റെ ആകർഷണം കൂട്ടാൻ വേണ്ടി കേട്ടോ നമ്മൾ ഈ ചൂള ഓടിക്കുന്നത്. ഫസ്റ്റ് അടിച്ചപ്പോൾ അവൻ ഇച്ചിരി മുകളിൽ നിന്ന്, സെക്കൻഡ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഇച്ചിരി താഴെയായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ശരിക്കും അങ്ങനെ അടിച്ച് കയറ്റുമ്പോഴാണ് നല്ല രസം. നമുക്കൊരു മനസ്സോ നമ്മുടെ എയിമിങ്ങിൻ്റെ ഒരു സെറ്റപ്പെല്ലാം സംതൃപ്തി കിട്ടുന്നു അങ്ങനത്തെ ഷൂട്ടിങ്ങിലാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം മീനായി, എന്നാലും കുറേ മിസ്സായി കേട്ടോ. നമ്മളിപ്പോൾ കുറേ ഗ്യാപ്പിട്ട് ഇറങ്ങിയതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആണ്ട ഒന്നവിടെ വെച്ചിട്ട് തുറന്ന് കാണിച്ചേടാ. വെള്ളം അങ്ങനെ കളയല്ലോ കേട്ടോ, പയ്യെ ഊർന്ന് നോക്കട്ടെ. ആ ഒന്ന് പിടിച്ചത് ഏറ്റവും ചെറിയ കരിമീൻ ഇതാ കേട്ടോ. ആണോ? ഇപ്പം നമ്മൾ ഫുൾ ഉപയോഗിക്കുന്നത് ഈ വലിച്ചു വരുന്ന, പണ്ട് ഞാൻ വീഡിയോയിലിട്ട ഒരു കെട്ടില്ലേ, ആ കെട്ട കേട്ടോ. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം, വേണമെങ്കിൽ അതൊന്ന് കയറി കണ്ടിട്ട് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ. ഇത് എളുപ്പം കരിമീൻ്റെ ഒക്കെയാണ് നമ്മൾ ഈ തിരിച്ച് കുത്തിക്കയറ്റിലൊക്കെ ഭയങ്കര അടങ്ങും. ഈ വയറോടുകൂടി ആ ഭാഗത്തൊക്കെ ആണെങ്കിലേ. കിട്ടിയോ? വലിച്ചെടുത്ത് കണ്ടവൻ ഓടിക്കില്ല, വലിച്ചും കയറ്റി മെഷീൻ ഇട്ടണ്ട. ഓക്കെ കയറ്റി ഓക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഓർഡർ അനുസരിച്ചുള്ള ഷൂട്ടല്ല. അത് കാരണം ഇത് വിഷ്ണുവിൻ്റെ ആദ്യത്തെ ഷൂട്ടും അല്ല. ഞാൻ മാറിപ്പോയ സമയത്ത് വിഷ്ണു മീനെ അടിച്ച് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫുള്ള് ഷൂട്ട് കിട്ടുന്നില്ല. 2 ഷൂട്ടോ മാറ്റാണ്ടുള്ളൂ വിഷ്ണുവിൻ്റെ ഇതിൻ്റെ അകത്ത്. അടുത്തടുത്ത് നിൽക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം. നമ്മൾ മാറി മീനെ നോക്കി നടക്കുമല്ലേ, അതാ. ഓക്കെ നിനക്ക് തന്ന സെയിം ഹാൻഡ് മെയ്ഡാർട്ടത്. കണ്ടോടാ, ഞാനിത് കട്ടിട്ടിരിക്കുന്നത് കണ്ടോ, ഇതേ പിടിച്ച് വലിച്ച് ഞാൻ വിട്ടു വരും. നീ അങ്ങനെ വലിച്ചങ്ങ് പോരുമോ? എടുത്തേ. ആ അതെളുപ്പം. വരുമ്പോൾ നീ അടിച്ചു നോക്കും അങ്ങനെ ഉണ്ടെന്ന് പറയാം. ആണ്ട ആറ്റിയമ്പൽ ഇത് നോക്കിയോ, ആറ്റിയമ്പൽ എത്ര എണ്ണം നോക്കിയോ, എവിടെ നോക്കണം. കിട്ടിയോ? പിന്നെ ഒരു 4-5 ഉണ്ടായിരുന്നുണ്ടോ?
പിന്നെ ഇതിൻ്റെ കരിമീനേക്കാളും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പുല്ലിനോട് നോട്ടം ഉണ്ടോ? എന്നാടാ ആറ്റമ്പല് തന്നെയാണോ? അതേടാ അവിടെ ഒന്ന് അഴിച്ചെടു, കെട്ടൊന്ന് അഴിച്ചു തന്നാടാ. ആ നീ അത് ചുറ്റി കയറ്റി. കിട്ടിയോ? എടാ എൻ്റെ വീഡിയോ കട്ടായോ? ചുമപ്പ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കണ്ടോ? മീനെ പറ്റി അടിച്ചിട്ട് മീനുണ്ടായിട്ട് പറയാതെ. വിഷ്ണു ആദ്യമായിട്ട് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന ദിവസം കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഞങ്ങളിത് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. സ്ലിംഗ് ഷോട്ടിനെ കുറിച്ച് അതിൻ്റെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം എല്ലാവരുമേ. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നമുക്ക് 10,900 പേരുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് സ്ലിംഗ് ഷോട്ട് ടൈപ്പ് ഫിഷിങ് അതുപോലത്തെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തേക്കാം. ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് ഒരു ആറ്റമ്പല്ലിയും കൂടെ കിട്ടി. മൊത്തം ഇത്ര ആയോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നനച്ചെടുക്കുന്ന കാരണം മീൻ വലിയ കുഴപ്പമില്ലാതെ ഉണങ്ങാതെ ഇരിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടിയാണ് കൂടുതൽ നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചിട്ടിരിക്കും. നമ്മുടെ കുടിക്കാനുള്ള വെള്ളം അവസാന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കരിമീൻ ഇപ്പുണ്ട്. നമ്മുടെ മീൻപിടുത്തം ഇന്നത്തെ ഇവിടെ നിർത്തി കേട്ടോ. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവായി നിങ്ങളൊന്ന് ഈ അവസാനം വരെ കാണുന്നവർ, ഈ ഓഡിയോ കേൾക്കുന്നവരൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊന്നൊരു 3 മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ്, അല്ലാതെ വീഡിയോ ഇല്ലാതിരുന്നിട്ടല്ല. കണ്ടോ ഇപ്പോൾ ഈ വെള്ളം തന്നെ കണ്ടറിയാം, ഇത് എത്ര നാൾ മുന്നത്തെയാണ്. അപ്പം ഇതിനും മുന്നത്തെയുള്ള വീഡിയോ, കരിമീൻ വീഡിയോ എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ഇപ്പം അധികം താമസിക്കാതെ തന്നെ പയ്യെ അപ്ഡേറ്റ് ചെയ്തിടാം. എന്തായാലും മീൻ പിടിക്കാൻ പോകത്തില്ല, വെള്ളക്കൂടുതലല്ലേ അതാ.